Hello everyone, welcome to G-Pod Class 9. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. നമുക്കിനി പഠിക്കാനുള്ളത് ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലേറ്റോ ഓഫ് ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്, ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആദ്യം കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ 9ാം ക്ലാസ്സിൽ ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അറിയാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഇതേപോലെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആദ്യം കിട്ടാനായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനും അതിനുശേഷം നടക്കാൻ പോകുന്ന ആനുവൽ എക്സാമിനും ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യമുണ്ട്, നോട്ടുകളുടെ ആവശ്യമുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുടെ ആവശ്യമുണ്ട്, പ്രോബ്ലം ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്, മെന്റർ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുക എവിടെയാണ്? G-Podന്റെ ക്ലാസ് 9ന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. നിങ്ങൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 2000 ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1499 രൂപയ്ക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്തോ, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ലിങ്ക് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, എക്സ്പ്ലെയിൻ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഡെക്കാൻ പ്ലേറ്റു. ഡെക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകതകൾ വിശദീകരിക്കാൻ എന്ത് ചെയ്തേക്കാം, ഒരു 3 മാർക്കിന് ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ഡെക്കാൻ പ്ലേറ്റു അഥവാ ഡെക്കാൻ പീഠഭൂമിയുടെ സവിശേഷത ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് വെക്കണം കേട്ടോ. അതായത് ഡെക്കാൻ പ്ലേറ്റ് ഈസ് എക്സ്റ്റൻസീവ് പ്ലേറ്റ് ദ സൗത്ത് ഓഫ് സത്പുര റേഞ്ച് അല്ലെ, സത്പുര പർവ്വതനിരകൾക്ക് തെക്കായി കാണുന്ന ഭാഗമാണ് ഇത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട് അല്ലെ, പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ആര് കാണുന്നത്, ഡെക്കാൻ പ്ലേറ്റ് അഥവാ ഡെക്കാൻ പീഠഭൂമി. അത് മാത്രമല്ല സത്പുര റേഞ്ചസ്, മൈക്കല റേഞ്ചസ്, മഹോദിയ ഹിൽസ് അല്ലെ, ഇതാണ് എന്ത് നോർത്തേൺ ബൗണ്ടറി ഓഫ് ഡെക്കാൻ പ്ലേറ്റ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ, സത്പുരയുണ്ട്, മൈക്കലയുണ്ട്, മഹോദിയ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദ ടേം ഡെക്കാൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം എ സാൻസ്കൃത് വേർഡ് കോൾഡ് ദക്ഷിൺ. ദക്ഷിൺ എന്നൊരു സാൻസ്കൃത് വേർഡ് നിന്നാണ് എന്ത് വന്നത്, ഡെക്കാൻ എന്ന ഇംഗ്ലീഷ് പദം വന്നിട്ടുള്ളത് കേട്ടോ. അത് മാത്രമല്ല ഈ ഡെക്കാൻ പ്ലേറ്റിൽ എന്തുണ്ട്, ബസോൾട്ട്, ഗ്രാനൈറ്റ്, നീസ് പോലെയുള്ള വിവിധ തരത്തിലുള്ള പാറകൾ അല്ലെങ്കിൽ ശിലകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഡെക്കാൻ പ്ലേറ്റിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അത് മാത്രമല്ല ഡെക്കാൻ പ്ലേറ്റിന്റെ സോയിൽ നിങ്ങൾ നോക്കി വെക്കണം. പ്രധാനമായും ഡെക്കാൻ പ്ലേറ്റിൽ കാണുന്ന സോയിൽ ഏത് സോയിലാ, ഏത് മണ്ണാ, ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ അല്ലെ. ബസോൾട്ട് എന്ന് പറയുന്ന ഒരു റോക്ക്, ബസോൾട്ട് എന്ന് പറയുന്ന ഒരു ശില പൊടിഞ്ഞുണ്ടാകുന്ന ഒരു മണ്ണാണ് ഏത് മണ്ണ്, ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ്. ആ കറുത്ത മണ്ണ് നമുക്ക് കൂടുതലായിട്ട് എവിടെ കാണാം, ഈ ഡെക്കാൻ പ്ലേറ്റിൽ കാണാം. ഇതിന് ഹൈ വാട്ടർ റിട്ടൈനിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ, അതായത് എന്തുണ്ട്, നല്ല രീതിയിൽ വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കഴിവുള്ള മണ്ണായ കൊണ്ട് തന്നെ ഈ മണ്ണിൽ നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഹോംവർക്ക് ആണ്. ഈ ഒരു ഹോംവർക്കിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടെ. ഇതൊരു ഹോംവർക്ക് ആണ്. ഈ ഒരു ഹോംവർക്കിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തലത്തിന്റെ സവിശേഷതകൾ വിശദീകരിക്കാനാണ്. എന്താണ് ഈ സെൻട്രൽ ഹൈലാൻഡ്സ് പറഞ്ഞാൽ, സെക്കൻഡിലെ അതായത് ഈ ഡെക്കാൻ പ്ലേറ്റ് അഥവാ ഈ ഭാഗമാണ് എന്ത്, ഡെക്കാൻ പ്ലേറ്റ് അഥവാ ഡെക്കാൻ പീഠഭൂമിയെങ്കിൽ ഈ ഭാഗമാണ് എന്ത്, സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തലം. അതിന്റെ ഫീച്ചേഴ്സ് നമ്മളോട് ചോദിക്കുക, നമ്മൾ എന്തൊക്കെ അതിൽ ആഡ് ചെയ്യേണ്ടത്, നോർത്ത് ഓഫ് സത്പുര അല്ലെ, ഈ സത്പുരയ്ക്ക് വടക്കായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തടം. അത് മാത്രമല്ല ദ ആരവല്ലി മൗണ്ടെയ്ൻസ് ആർ ദി വെസ്റ്റേൺ സൈഡ് ഓഫ് ദി സെൻട്രൽ ഹൈലാൻഡ്സ് അല്ലെ, മധ്യ ഉന്നത തടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്തുണ്ട്, ആരവല്ലി പർവ്വനിരയുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, മൽവ പ്ലേറ്റ് അഥവാ മൽവ പീഠഭൂമി കാണാൻ പറ്റും. ഈ സെൻട്രൽ ഹൈലാൻഡിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു മൗണ്ടൈൻ റേഞ്ച് ആണ് ഇത് മൗണ്ട് അബു. ഈ മധ്യ ഉന്നതത്തിലെ ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ് ഇത് മൗണ്ട് അബു. ഇറ്റ്സ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെ, ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് മൗണ്ട് അബു അഥവാ അബു എന്ന് പറയുന്ന ഒരു കൊടുമുടി. അത് മാത്രമല്ല ഈ സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ഈസ്റ്റേൺ സൈഡ് കിഴക്ക് ഭാഗത്ത് എന്തുണ്ട്, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് അഥവാ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുണ്ട്. ഈ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റിന്റെ പെക്യുലാരിറ്റി എന്താ, ദ റിച്ചസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് അല്ലേ. ഇവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ത് കാണുന്നത്, മിനറൽസ് അഥവാ ധാതുക്കൾ കാണുന്നത്. ഏതൊക്കെ ധാതുക്കൾ ഉണ്ട്, അയണോർ ഇരുമ്പയിരുണ്ട്, ബോക്സൈറ്റ് ഉണ്ട്, മാംഗനീസ് ഉണ്ട്, കോപ്പർ ഉണ്ട്, ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ലുണ്ട്, കോൾ അഥവാ കൽക്കരി ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നതാണ് ഏത് നമ്മുടെ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് അഥവാ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, which are the factors affecting the climate in Peninsular Plateau. ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പെനിൻസുല പ്ലേറ്റുവിലെ കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഈ ഒരു പോയിന്റ്സ് ഇങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതി വെക്കരുത്, ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട. ദീസ് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റിംഗ് ദ ക്ലൈമറ്റ് ഇൻ പെനിൻസുല പ്ലേറ്റു. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഒന്ന് ട്രോപ്പിക്കൽ ലൊക്കേഷൻ അഥവാ ഉഷ്ണമേഖലയിലെ സ്ഥാനം, രണ്ടാമത്തെ എന്താ പെക്യുലർ ഷേപ്പ് ഓഫ് പെനിൻസുല ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി, മൂന്നാമത്തെ എന്താ ഡിസ്റ്റൻസ് ഫ്രം ദി ഓഷൻ സമുദ്രത്തിൽ നിന്നുള്ള അകലം, നാലാമത്തെ എന്താ ഓറിയന്റേഷൻ ഓഫ് ദി മൗണ്ടൻ
മൗണ്ടെയിൻ റേഞ്ചസ്, പർവ്വനിരകളുടെ കിടപ്പ്. അഞ്ചാമത്തെ എന്താ, ഡയറക്ഷൻ ഓഫ് ദി മൺസൂൺ വിൻഡ്, മൺസൂൺ കാറ്റിന്റെ ഗതി. ഇതാണ് എന്ത് ഇവിടുത്തെ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോ. അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ കിട്ടാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലാസ് 9 സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എജ്യൂപോഡിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ആനുവൽ എക്സാം ഈസി ആയിട്ട് പാസ്സാവാം. ഇല്ലെങ്കിൽ നിങ്ങൾ റീടെസ്റ്റ് ചെയ്ത് പിന്നെയും എക്സാം എഴുതേണ്ട ഒരു അവസ്ഥ വരും. കാരണം ഇത്തവണ 9ാം ക്ലാസ്സിൽ ഓൾ പാസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു ഫെയിലായി വീണ്ടും റീടെസ്റ്റ് ചെയ്തേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന എജ്യൂപോഡ് ഉണ്ട്. അഡീഷണൽ ക്വസ്റ്റ്യൻസ്, 2 സെറ്റ് ഓഫ് എക്സാം, 3 സെറ്റ് ഓഫ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അതേപോലെ നോട്ടുകൾ, ലൈവുകൾ, മെന്റർ സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ്, എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എജ്യൂപോഡിൻ്റെ ക്ലാസ് 9 ബൂസ്റ്റർ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമന്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ ചെയ്താൽ നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. എന്താടാ, വിച്ച് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മോയ്സ്റ്റ് ഡിസ്യൂഡിയസ് ആൻഡ് ഡ്രൈ ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് ഓഫ് പെനിൻസുല പ്ലേറ്റു? ഉപദ്വീപീയ പീഠഭൂമിയിലെ ആർദ്ര ഇലപൊഴിയും വനങ്ങളും വരണ്ട ഇലപൊഴിയും വനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അപ്പൊ എന്താണ് ഈ മോയ്സ്റ്റ് ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് പറഞ്ഞാൽ? 100 to 200 സെന്റിമീറ്റർ അല്ലെ, 100 മുതൽ 200 സെന്റിമീറ്റർ വരെ റെയിൻഫോൾ കിട്ടുന്ന പ്ലേസസിലാണ് എന്തുണ്ടാവുക, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ അഥവാ മോയ്സ്റ്റ് ഡിസ്യൂഡിയസ് ഫോറസ്റ്റ്. ഇത് നമുക്ക് മെയിൻ ആയിട്ട് എവിടെ കാണാൻ പറ്റും? ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ടത്തിലെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് മരങ്ങൾ അല്ലെങ്കിൽ കാടുകൾ കാണാൻ പറ്റും. അതായത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ചോട്ടാ നാഗ്പൂരിന്റെ ഭാഗങ്ങളിലൊക്കെ ഇവിടെ കാണുന്ന മരങ്ങൾ ഏതൊക്കെയാ? ടീക്ക്, സാലി, ശിശാം, മൗവ, സാൻഡ്വുഡ് അല്ലെ. തേക്ക്, സാലി, ശിശാമു, മൗവ, ചന്ദനം പോലെയുള്ള മരങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവിടെ കാണാൻ പറ്റുക. രണ്ടാമതാണ് ഇത് ഡ്രൈ ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് ആണ്. 70 to 100 സെന്റിമീറ്റർ, 70 മുതൽ 100 സെന്റിമീറ്റർ വരെ കേട്ടോ, ശ്രദ്ധിക്കണേ, 70 മുതൽ 100 സെന്റിമീറ്റർ വരെ റെയിൻഫോൾ കിട്ടുന്ന പ്ലേസിൽ കാണുന്നതാണ് ഇത് ഡ്രൈ ഡിസ്യൂഡിയസ് ഫോറസ്റ്റ് അഥവാ വരണ്ട ഇലപൊഴിയും കാടുകൾ. ടേക്ക്, റോസ്വുഡ്, ആക്സ്വുഡ്, ബാംബൂസ് അടക്കമുള്ള മരങ്ങളാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഇവിടെ കാണാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സ് വേഗം കിട്ടാനായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഒരു 5 മാർക്കിന്റെ എസ്സേ അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദി മേജർ മിനറൽ സോൺസ് ഇൻ പെനിൻസുല പ്ലേറ്റ് ടു എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് എനി ടു? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു മേഖലകൾ ഏതെല്ലാം, ഏതെങ്കിലും 2 എണ്ണത്തിന്റെ സവിശേഷത വിശദീകരിക്കാനാണ്. സോ ഈ പെനിൻസുല പ്ലേറ്റ് അഥവാ ഉപദ്വീപീയ പീഠഭൂമിയിൽ 5 മിനറൽ സോൺസ് അഥവാ 5 ധാതു മേഖലകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റു റീജിയൻ, വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. രണ്ടാമത്തെ എന്താ? സെൻട്രൽ റീജിയൻ അഥവാ മധ്യമേഖല. മൂന്നാമത്തെ എന്താ? സദേൺ റീജിയൻ അഥവാ ദക്ഷിണ മേഖല. നാലാമത്തെ എന്താ? സൗത്ത് വെസ്റ്റേൺ റീജിയൻ അഥവാ തെക്ക് പടിഞ്ഞാറൻ മേഖല. അഞ്ചാമത്തെ എന്താ? നോർത്ത് വെസ്റ്റേൺ റീജിയൻ അഥവാ വടക്ക് പടിഞ്ഞാറൻ മേഖല. ഇങ്ങനെ 5 സോണുകൾ അഥവാ 5 മേഖലകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഈ ഓരോ സോണിന്റെയും പ്രത്യേകത, അതായത് ഈ പ്രത്യേകത നിങ്ങൾ അവിടെ എന്ത് എഴുതുന്നുണ്ട്, അവിടെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഓരോ സോണും, അവിടെ ഏതൊക്കെ മിനറൽസ് അഥവാ ധാതുക്കളാണ് കാണുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടെ. അതായത് ഒന്നാമത്തെ സോണായുള്ള നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റു റീജിയൻ, വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം എവിടേക്കാ? ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളാണ്. കോള്, അയണോറ്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, അതായത് ഈ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ചെമ്പ് പോലുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് കാണാൻ പറ്റട്ടോ. ഓക്കെ, അടുത്താണ് ഇത് നമ്മുടെ സെൻട്രൽ റീജിയൻ അഥവാ മധ്യമേഖല. എവിടേക്കാണ്? മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ഈ സ്ഥലങ്ങളിലൊക്കെയാണ് എന്തുള്ളത്, ഈ ഒരു സെൻട്രൽ റീജിയൻ മധ്യമേഖല ഉള്ളത്. മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിള്, കൽക്കരി അഥവാ കോള്, അബ്രം അഥവാ മൈക്ക പോലുള്ള സാധനങ്ങൾ കാണുന്നു. അതേപോലെ സദേൺ റീജിയൻ അഥവാ ദക്ഷിണ മേഖല എന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? കർണാടക പീഠഭൂമിയും തമിഴ്നാട് ഭാഗങ്ങളും കൂടി ചേർന്നാണ്. അയണോർ അഥവാ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് പോലുള്ള സാധനങ്ങളാണ് ഇതിൽ കാണുന്നത്. ലാസ്റ്റ് വൺ ആണ് ഇത് സൗത്ത് വെസ്റ്റേൺ റീജിയൻ അഥവാ തെക്ക് പടിഞ്ഞാറൻ മേഖല. ഇതിൽ കർണാടക, ഗോവയിലാണ്. ഈ ഇതിൽ അയണോറും ക്ലേയും ഇരുമ്പയിരും കളിമണ്ണാണ് കാണുന്നത്. ലാസ്റ്റ് വൺ ആണ് ഇത് നോർത്ത് വെസ്റ്റേൺ റീജിയൻ, രാജസ്ഥാൻ, ഗുജറാത്ത് പോലെ സ്റ്റേറ്റിലാണ് കാണുന്നത്. കോപ്പർ, ലെഡ്, സിങ്ക്, യുറേനിയം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കാണുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു മിനറൽ സോൺസ് അഥവാ ധാതു മേഖലകളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഓരോ മിനറൽ സോണും ഏത് സ്റ്റേറ്റ് അഥവാ ഏത് സംസ്ഥാനത്താണ്, അവിടെയുള്ള ധാതുക്കൾ, അവിടെയുള്ള മിനറൽസ് ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സോ ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ ആർക്കൊക്കെ ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് അറിയാത്തവരുണ്ടോ അവർക്കൊക്കെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഇത്തരം അപ്ഡേറ്റ്സ് നേരത്തെ കിട്ടാനായിട്ട് നമ്മുടെ ക്ലാസ് 9 സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.